ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോട് മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മെ നമ്മുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി നമ്മെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ മഹാദയയെ ഓർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുവല്ലോ. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന്. ഒരു ശരിയായ ദൈവ പൈതലിൻ്റെ മനോഭാവമായിരിക്കണം ഇത്. കർത്താവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ സന്തോഷം, നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലിരിക്കുന്നു എന്ന്. ഇവിടെ ആയിരിക്കുന്ന നിങ്ങളിൽ ചുരുക്കം, വളരെ ചുരുക്കം ചിലരൊഴിയെ എല്ലാവരും തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് ദൈവമക്കളാണ്. ഇടപാടിൽ കടന്നു വരുന്ന നിങ്ങളിൽ എത്ര പേർ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവർ? നിന്റെ ഇഷ്ടം ചെയ്യുന്നത് എൻ്റെ സന്തോഷം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുവല്ലോ. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന്? ഇടപാടിൽ കടന്നു വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ദൈവത്തോട് യാചിക്കുന്ന കാര്യങ്ങൾ, അല്ല എങ്കിൽ ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറി കിട്ടും. അതൊരിക്കലും നിങ്ങളുടെ സാമർഥ്യം കൊണ്ട് അല്ലല്ലോ പ്രിയമുള്ളവരെ. രണ്ടു തരത്തിൽ അനുഗ്രഹമുണ്ട്. ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ആ ഭവനത്തിലെ അനുഗ്രഹങ്ങളും സമ്പത്തും ആ വ്യക്തിയുടെ മക്കൾക്ക് അവകാശമാണ്. ആ വ്യക്തി നല്ലവനാണ് എങ്കിൽ വിശന്ന് വലഞ്ഞു വരുന്ന ഒരു ഭിക്ഷക്കാരൻ യാചിക്കുമ്പോൾ ആഹാരം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ഭിക്ഷയായി. ഇന്ന് ഇടപാടിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയുവാൻ സാധിക്കും, നിങ്ങൾ ഇടപാടിൽ കാൽ ചവിട്ടിയത് മുതൽ ഇന്ന് വരെയും ദൈവം അനേകം നന്മകളെ നിങ്ങൾക്ക് നൽകി എന്ന്. ഇല്ല എന്ന് പറയുവാൻ ആരും ഉണ്ടാകുകയില്ല. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ മക്കളായതുകൊണ്ടോ അതോ ഭിക്ഷക്കാരായതുകൊണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായതുകൊണ്ടോ അതോ ദൈവത്തോട് തുടർച്ചയായി യാചിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പറയുവാൻ സാധിക്കണം, ഞാൻ ദൈവ പൈതൽ, അനുഗ്രഹം എൻ്റെ അവകാശം. ഇത് പറയണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളവരായിരിക്കണം, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്നവർക്ക് ഇനിയെങ്കിലും ഭിക്ഷക്കാരായിട്ടല്ലാതെ ദൈവമക്കളായി കർത്താവിനോട് ഒന്നും യാചിക്കാതെ സകല അനുഗ്രഹങ്ങളും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, ഇനിയെങ്കിലും യഥാർത്ഥ ദൈവ പൈതലായി തുടരണം എന്നുണ്ടെങ്കിൽ നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. വചനം ഹൃദയത്തിൽ ഉറപ്പിച്ചിരിക്കുന്നവരായി, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായി,
കർത്താവിൻ്റെ ഇഷ്ടം തേടുന്നവരായി അത് നിറവേറ്റുന്നവരായി തീരേണ്ടതിന് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങൾ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ, നമുക്കായി ജീവനെ നൽകിയവനായി നമ്മുടെ ദൈവത്തെ തന്നെ ഒരുമിച്ച് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. നന്ദിയോടെ തിരുമുമ്പിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ വിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി ഞങ്ങൾ ഇവിടെ നിന്നും കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായി മാറേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഇടയിൽ അയക്കുമാറാകണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമേ. കർത്താവേ, അവിടുത്തെ ഇഷ്ടം തേടുന്നവരായി ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി തീർക്കേണ്ടതിന് ദൈവാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുമാറാകണമേ. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന
ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. Hallelujah, hallelujah, hallelujah. Praise the Lord. Glory to God. Glory to Master. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. Glory to God, glory to God, glory to God. Hallelujah. Praise the Lord. Hallelujah, hallelujah, hallelujah. Glory to Jesus Christ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. പിതാവേ, അവിടുത്തെ സന്നിധിയിൽ മുട്ടുകളെ മടക്കിയിരിക്കുന്ന ഞങ്ങളെ കർത്താവിൻ്റെ അഗ്നി ഒരിക്കൽ കൂടെ ശുചീകരിക്കുന്നതിനായി ഞങ്ങളുടെ പിതാവിനോട് ചേർത്ത് നിർത്തുന്നതിനാൽ ക്രിസ്തു എന്ന പാറയിൽ നിന്നും ഞങ്ങളുടെ കാലടികൾ വഴുതി മാറാതെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. Glory to God. Hallelujah, hallelujah, hallelujah. Praise the Lord. Glory to God. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മുന്നേറുവാൻ, ഞങ്ങളുടെ കർത്താവിൻ്റെ ഹിതം നടപ്പിലാക്കുന്നവരായി മുന്നേറുവാൻ അവിടുത്തെ കൃപ ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. Glory to God. Hallelujah, hallelujah. அவர் பேரன்பு என்றும் உள்ளது. கர்த்தரை துதியுங்கள்,
அவர் பேரன்பு என்றும் உள்ளது. வனாந்திர பாதையில் ஜனங்களை நடத்தி சென்றார். எதிரியின் கையிலிருந்து விடுவித்து காத்து கொண்டார். வனாந்திர பாதையில் ஜனங்களை நடத்தி சென்றார். எதிரியின் கையிலிருந்து விடுவித்து காத்து கொண்டார். இன்று போற்றி புகழுவோம், நாம் உயர்த்தி மகிழுவோம். இன்று போற்றி புகழுவோம், நாம் உயர்த்தி மகிழுவோம். கர்த்தரை துதியுங்கள், அவர் என்று நல்லவர், அவர் பேரன்பு என்றும் உள்ளது. கர்த்தரை துதியுங்கள், அவர் என்று நல்லவர், அவர் பேரன்பு என்றும் உள்ளது. கர்த்தரை துதியுங்கள், அவர் என்று நல்லவர், அவர் பேரன்பு என்றும் உள்ளது. Hallelujah, hallelujah, hallelujah. Praise the Lord, glory to God, hallelujah, hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നതിനായി, ദൈവത്തിൻ്റെ വെളിച്ചം ഓരോ ഹൃദയങ്ങളിലും പ്രകാശിക്കുന്നതിനായി, കർത്താവിൻ്റെ കൃപ ഒരിക്കൽ കൂടെ നിറയ്ക്കുന്നതിനായി, ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതിനായി, കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നവരാക്കി നിലനിർത്തുന്നതിനായി നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുത്തെ കൃപ പിന്നെയും വ്യാപരിക്കുന്നതിനായി, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി, കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളായിരിക്കുന്നതിനായി നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 34 അതിൻ്റെ 9-ാമത്തെ വാക്യം. സങ്കീർത്തനം 34 അതിൻ്റെ 9-ാമത്തെ വാക്യം. കർത്താവിൻ്റെ വിശുദ്ധരെ അവനെ ഭയപ്പെടുക. അവനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വിശുദ്ധരെ അവനെ ഭയപ്പെടുക. കർത്താവിൻ്റെ വിശുദ്ധരെ എന്ന് പറഞ്ഞാൽ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവരെ, അഭിഷേകം പ്രാപിച്ചവരെ, കർത്താവിനെ സ്നേഹിക്കുന്നവരെ എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധരായി കാണപ്പെടുന്നവർ അവനെ ഭയപ്പെടണം. കർത്താവിനെ ഭയപ്പെടണം. കർത്താവിൻ്റെ വിശുദ്ധരാണെന്ന് പറയുന്നവർ അവർക്കൊന്നിനും കുറവുണ്ടാകുകയില്ല, അവർക്കൊന്നിനും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അവരുടെ കാര്യങ്ങളെല്ലാം കർത്താവ് സാധിച്ചു കൊടുക്കും. അപ്പോൾ കർത്താവിനെ ഭയക്കണം, അതാണ് പ്രധാനം. ദൈവത്തെ ഭയക്കണം. ഇന്ന് ദൈവഭയം ഇല്ലാത്തവരാണ് കൂടുതൽ പേരും. ദൈവത്തോട് ഭയമില്ല. ദൈവം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ദൈവം അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം. ദൈവം അവർക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എന്നാൽ ദൈവത്തെ ഭയപ്പെടാത്തവരായി കാണപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് ഹൃദയത്തിൽ ഒരു ഭയമില്ല. ദൈവത്തെക്കുറിച്ച് ഭയമുള്ളവൻ ദൈവത്തെ എപ്പോഴും ഓർക്കുന്നവനായിരിക്കും. ദൈവത്തെ എപ്പോഴും ഓർക്കുകയും
സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഓർമ്മ വരുമ്പോഴും എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാരാണോ അവരൊക്കെ ദൈവഭയമുള്ളവരാണ്. മറ്റുള്ളവർ ദൈവഭയമില്ലാത്തവരാണ്. വെറും ഹല്ലേലൂയ സ്തോത്രമെന്ന് പറഞ്ഞു കൊണ്ടുപോകുകയും കൈയടിച്ചു പാട്ടുപാടുകയും ചെയ്യുന്നവരാണ്. ദൈവഭയം ഉണ്ട് എങ്കിൽ ആ വ്യക്തി ദൈവത്തെ ഭയക്കുന്ന ആളായി മാറും. ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ പാലിക്കുന്ന ആളായി മാറും. വചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരിക്കും ദൈവഭയം ഉള്ള വ്യക്തികൾ. ദൈവഭയമില്ലാത്ത വ്യക്തികളാണെങ്കിൽ ദൈവത്തെ അനുസരിക്കാനുള്ള മനസ്സ് വരികയില്ല. ദൈവത്തോട് ഭയവുമില്ല. കല്ലും മണ്ണും സിമൻറ്റും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് ദൈവഭയം ഒരിക്കലുമില്ല. കല്ലിനെയും മണ്ണിനെയും സിമൻറ്റിനെയും അതുപയോഗിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് തൊഴുത് മെഴുകുതിരി കൊളുത്തി പൂമാലയിടുന്നവരുണ്ട്. അവർക്ക് ദൈവഭയമില്ല. അവരൊരു ചടങ്ങ് പോലെ അത് ചെയ്യുന്നു. ആ ചടങ്ങിൽ ഒരു പ്രയോജനവുമില്ല. എന്നാൽ ദൈവത്തെ ജീവിക്കുന്ന ദൈവമായി കാണുന്നവൻ, യേശു ജീവിക്കുന്നു, ഇപ്പോഴും ജീവിക്കുന്നു. യേശു മരിച്ചു, എന്നാൽ മരിച്ച യേശു ജീവിക്കുന്നു. ആ ജീവിക്കുന്ന യേശുവിനോടൊരു ഭയം നിനക്കുണ്ടാകണം. ജീവിക്കുന്ന യേശു കല്ലും മണ്ണും സിമൻറ്റുമല്ല, ജീവനുള്ള യേശു, ഇന്നും ജീവിക്കുന്ന യേശു, നമ്മോടൊപ്പം വസിക്കുന്ന യേശു. ആ യേശുവിനെ കല്ലും മണ്ണുമായി കാണുന്നവർക്ക് യേശുവിൻ്റെ തിരുവചനങ്ങൾ, ബൈബിളിൽ കാണുന്ന വചനങ്ങൾ അത് സ്വീകരിക്കുകയോ അതനുസരിക്കുകയോ ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അവർ കാണുന്ന കാഴ്ചപ്പാട് ദൈവത്തെക്കുറിച്ച് വേറെയാണ്. വെറും കല്ലും മണ്ണുമല്ലയോ, വെറും കല്ലും മണ്ണും മാത്രമാണല്ലോ ദൈവം. അത് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ പള്ളിയിലും കുരിശടിയിലും അവിടെയും ഇവിടെയൊക്കെ എല്ലാം ഉണ്ടല്ലോ. ഇത് തന്നെ ദൈവം. ആർക്കും ഭയമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വിശുദ്ധരാണെങ്കിൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവത്തിൻ്റെതായ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ അവരോടൊപ്പം ജീവിക്കുന്ന യേശു ഉണ്ട് എന്ന സത്യം അവർ അറിയുന്നു. ആ സത്യത്തിനൊത്ത വിധം അവർ വചനങ്ങൾ പ്രകാരം, വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു. ഈ വചനം പാലിക്കുന്നുണ്ടോ എന്ന് ദൈവം ശ്രദ്ധിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധരാണെന്ന് പറയുന്ന നിന്നെ, നീ വചനപ്രകാരം നടക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നതനുസരിച്ച് നീ നടക്കുന്നുണ്ടോ? ആ വചനം നിൻ്റെ ജീവിതത്തിൽ നീ പാലിക്കുന്നുണ്ടോ എന്ന് കർത്താവ് അന്വേഷിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധരാണെങ്കിൽ ആ നിയമം പാലിച്ചുകൊണ്ട് നടക്കും. അങ്ങനെയുള്ളവർക്ക് വചനം പറയുന്നു, അവർക്കാർക്കും ഒന്നിനും കുറവുണ്ടാകുകയില്ല. അവർക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. വചനപ്രകാരം ജീവിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടായില്ല. ഒരു കുറവും ഉണ്ടാകുകയില്ല. കർത്താവ് നോക്കിക്കൊള്ളും. അത് ദൈവം നോക്കിക്കൊള്ളും. അവരുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റിക്കൊള്ളും. നീ ചോദിക്കുക പോലും വേണ്ട.
നീ ചോദിക്കാതെ തന്നെ കർത്താവ് നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവാണ്. ആ കർത്താവ് നിനക്കായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം കർത്താവിൻ്റെ വിശുദ്ധരെ കാണുന്നു. അവർ വചനം പാലിക്കുന്നു എന്ന് ദൈവത്തിനറിയാം. ആരാരൊക്കെ വചനം പാലിക്കുന്നു, ആരാരൊക്കെ വചനം പാലിക്കുന്നില്ല, ഇതൊക്കെ കർത്താവിനറിയാം. കർത്താവിനറിയാം. ബൈബിൾ വായിക്കുന്നവരാരാണ്, അത് മനസ്സിലാക്കി ജീവിക്കുന്നവരാരാണ് എന്നുള്ളതെല്ലാം ദൈവത്തിനറിയാം. അപ്പോൾ കർത്താവിന് ശരിക്കും മനസ്സിലാകുന്നു, നീ ദൈവത്തെ ഭയക്കുന്നു. നീ ദൈവത്തെ ഭയക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിന് മനസ്സിലാകുന്നു. എന്തുകൊണ്ട്? നീ വചനം അപ്പടിയെ പാലിക്കുന്നു, വചനപ്രകാരം ജീവിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ല, നിൻ്റെ മക്കൾക്കൊരു കുറവുമില്ല, നിൻ്റെ കുടുംബത്തിന് ഒരു പ്രശ്നവുമില്ല. നിൻ്റെ തൊഴിലിനെ ദൈവം അനുഗ്രഹിക്കും. നിനക്കുള്ള വരുമാന മാർഗങ്ങളെ ദൈവം വർദ്ധിപ്പിക്കും. അങ്ങനെ ദൈവം നീ ചോദിക്കാതെ തന്നെ നിനക്കെല്ലാം തരും. നീ കർത്താവിനെ ഭയന്നാൽ, നീ ദൈവത്തെ ഭയക്കുകയാണെങ്കിൽ. അതാണ് ഈ വചനം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് വചനപ്രകാരം ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 103, സങ്കീർത്തനം 103 അതിൻ്റെ 13-ാമത്തെ വാക്യം. സങ്കീർത്തനം 103 13-ാമത്തെ വാക്യം. പിതാവ് മക്കളോട് കരുണ കാണിക്കും പോലെ കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവ് മക്കളോട് കരുണ കാണിക്കും പോലെ ഒരപ്പൻ തൻ്റെ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകും. ദൈവത്തെ ഭയപ്പെടാത്തവന് കരുണ ഉണ്ടാകില്ല. കർത്താവേ, എനിക്കത് തരണമേ, ഇത് തരണമേ, അങ്ങനെ തരണമേ, ഇങ്ങനെ തരണമേ, എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരിയായി നീ കടന്നു വരണമേ, നീ അത് ചെയ്യണമേ, ഇത് ചെയ്യണമേ എന്നൊക്കെ വെറുതെ അധരങ്ങൾ കൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ, നീ കർത്താവിനോട് സംസാരിച്ചാൽ അത് നിറവേറുകയില്ല. വാസ്തവത്തിൽ നിനക്ക് നിൻ്റെ ദൈവത്തോട്, നിൻ്റെ അപ്പനായ യേശുവിൻ, നിനക്ക് യേശു അപ്പനാണ് എന്ന് നീ രക്ഷിക്കപ്പെട്ടുവോ, അന്നു മുതൽ യേശു അവരുടെ അപ്പനാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് യേശു അപ്പനാണ്. ആ അപ്പൻ ആഗ്രഹിക്കുന്നത് അപ്പൻ്റെ ഉപദേശങ്ങൾ, അപ്പൻ്റെ കൽപ്പനകൾ, അപ്പൻ്റെ തിരുവചനങ്ങൾ നീ ബൈബിളിൽ കാണുന്നത് വായിച്ചത് കൊണ്ട് മാത്രം പോരാ, കേട്ടത് കൊണ്ട് പോരാ. ആ വചനങ്ങൾ നീ ശ്രദ്ധിച്ച് വായിച്ച് ദൈവത്തോട് നിനക്ക് ഒരു ഭയമുണ്ടാകണം. ദൈവത്തോട് ഭയമുണ്ടെങ്കിൽ നീ വചനം പാലിക്കും. ഇല്ലെങ്കിൽ നീ വചനം പാലിക്കില്ല. നീ കൊണ്ട് നടക്കും. നീ ബൈബിളും കൊണ്ട് നടക്കും. ബൈബിൾ കൊണ്ടുവരും, ബൈബിൾ കൊണ്ടുപോകും. ബൈബിളും കൊണ്ട് ഇവിടെ വരും, അതേ ബൈബിളെയും കൊണ്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കും. കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഉള്ളതല്ല ബൈബിൾ. ദൈവത്തോട് ഭയമുണ്ട് എങ്കിൽ നീ ബൈബിൾ വായിച്ചിരിക്കും. ദൈവത്തോട് ഭയമില്ലാത്തവർ ആരും ബൈബിൾ വായിക്കുകയില്ല. വെറുതെ കയ്യിൽ ഏന്തിയിരിക്കുന്ന ഒരു പുസ്തകം പോലെ കൊണ്ടുവരും, സിനിമാ പാട്ട് ബുക്ക് പോലെ. അതല്ല ബൈബിൾ. ബൈബിൾ കർത്താവിൻ്റെ പുസ്തകമാണ്. കോടിക്കണക്കിന് പുസ്തകങ്ങൾ ഈ ലോകത്തുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം പുസ്തകമാണ് ബൈബിൾ.
അത് വായിക്കണമെങ്കിലും ഒരു ഭാഗ്യം വേണം. അത് കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒരു ഭാഗ്യം വേണം. ബൈബിൾ വായിക്കാൻ അറിയില്ലെങ്കിലും ബൈബിൾ കയ്യിലിരുന്നാൽ അത് വലിയ ഗുണമുണ്ടാകും നിനക്ക്. ബൈബിൾ നിനക്ക് വായിക്കാൻ അറിയില്ല, നീ ബൈബിൾ കൊണ്ടുവരുന്നു, അതിലൊരു നന്മ ഉണ്ട് നിനക്ക്. കാരണം ബൈബിളിന് അത്രത്തോളം പ്രാധാന്യം നീ നൽകുന്നു എന്ന് കർത്താവ് മനസ്സിലാക്കുന്നു. എന്നാൽ അതുമാത്രം പോരാ, ദൈവത്തെ ഭയക്കുന്ന വ്യക്തിയായി കാണപ്പെട്ട് വചനം മനസ്സിലാക്കി ആ വചനങ്ങൾ പ്രകാരം നീ ജീവിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ മേന്മ ഉണ്ടാകും. പിതാവ് മക്കളോട് കരുണ കാണിക്കും പോലെ കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. ദൈവം കരുണ കാണിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അത് നേടിയെടുക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ അനുസരിക്കും. ദൈവത്തെ അനുസരിച്ചാൽ ദൈവത്തെ ഭയക്കും. ദൈവത്തെ ഭയന്നാൽ വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അപ്പോൾ നിനക്ക് ധാരാളം നന്മകൾ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 34 17-ാമത്തെ വാക്യം. സങ്കീർത്തനം 34 17-ാമത്തെ വാക്യം. ധർമ്മിഷ്ഠർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധർമ്മിഷ്ഠർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. നീ ദൈവത്തെ അനുസരിക്കുന്നവനാണ് എങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് എങ്കിൽ, ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ബൈബിളിൽ കാണുന്നത് വായിക്കുന്നത് നീ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് അതനുസരിക്കാതെ നീ കാണപ്പെട്ടാൽ അത് ദൈവത്തിനറിയാം. എന്നാൽ അതനുസരിക്കുന്നവർ ധർമ്മിഷ്ഠരാണ്. ആ ധർമ്മിഷ്ഠർ സഹായത്തിന് ദൈവത്തെ നോക്കി ഒരത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് ഉടനെ കേൾക്കുന്നു. ആരാണ് എന്നെ നോക്കി നിലവിളിച്ചത് എന്ന് കർത്താവ് അറിയുന്നു. എൻ്റെ വചനങ്ങൾക്ക് കീഴ്പ്പെട്ട് എൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ധർമ്മിഷ്ഠൻ എന്നെ വിളിക്കുന്നു സഹായത്തിന് എന്നുള്ളത് ദൈവം ഉടനെ അറിയുന്നു. ആ ധർമ്മിഷ്ഠന് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. അവരെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റുന്നു. വചനപ്രകാരം ജീവിക്കുന്നവനെ എല്ലാവിധത്തിലുള്ള ദുർഘട സന്ധികളിലെല്ലാം ദൈവം അവനെ സഹായിക്കുന്നു. അവൻ്റെ ആപത്ത് നേരത്തെ ഓടിയെത്തുന്നു. അവൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നു. അവൻ്റെ മനസ്സിനൊട്ടും പ്രയാസമില്ലാത്ത രീതിയിൽ കർത്താവ് അവനായി പ്രവർത്തിക്കുന്നു. ധർമ്മിഷ്ഠർ നിലവിളിക്കുമ്പോൾ അവൻ മിണ്ടാതിരിക്കുന്നില്ല. അവരുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റുന്നു, കരകയറ്റി വിടുന്നു. കർത്താവ് ഹൃദയം തകർന്നവരുടെ അടുത്താകുന്നു. അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് ഹൃദയം തകർന്നവരുടെ അടുത്താകുന്നു. ഹൃദയം തകർന്ന് ആകെ മനം നൊന്ത് ഇനി എന്തു ചെയ്യും ഏത് ചെയ്യുമെന്നറിയാതെ കുഴങ്ങി മനസ്സ് വേദനപ്പെട്ട് മനവേദനയോട് കാണുന്ന, അതായത് അവരുടെ ഹൃദയങ്ങൾ തകർന്ന നിലയിൽ കാണപ്പെടുന്നു. അങ്ങനെ ഹൃദയം തകർന്നവരുടെ അടുത്താകുന്നു കർത്താവ് ഓടിയെത്തുന്നു. ആരുടെ ഹൃദയം തകർന്നിരിക്കുന്നുവോ അവരുടെ അടുത്തേക്ക് കർത്താവ് ഓടിയെത്തുന്നു. മനസ്സിടിഞ്ഞവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിടിഞ്ഞുപോയവരെ, അയ്യോ ഇനി എന്തു ചെയ്യും എന്ന് വേദനിക്കുന്നവരെ സമാധാനപ്പെടുത്താൻ, ആശ്വാസപ്പെടുത്തുവാൻ, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ഉടനെ നിറവേറ്റി കൊടുക്കുവാൻ കർത്താവ് ഓടിയെത്തുന്നു. അതാണ് നമ്മുടെ ദൈവം. മനസ്സിടിഞ്ഞുപോയ
തൻ്റെ മക്കളെ അതിൽ നിന്നും കരകയറ്റണമെന്ന് ഓടി വരുന്നു കർത്താവ്. അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നീ കർത്താവിനെ സമീപിച്ചാൽ അവൻ നിന്നെ സമീപിക്കും. നീ കർത്താവിനെ സമീപിക്കുന്നില്ല എങ്കിൽ അവൻ നിന്നെ സമീപിക്കുകയില്ല. നീ കർത്താവിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് നീ ആഗ്രഹിച്ചാൽ നീ ഉടനെ പോകും. നീ പോകുമ്പോഴത്തേക്കും കർത്താവ് എതിരെ വരും, നിന്നെ തേടി. അതാണ് ദൈവം. ആ ദൈവത്തിൻ്റെ പൊന്നുമക്കളായി ജീവിക്കുന്നവർ ഭാഗ്യവാനും ഭാഗ്യവതികളുമാണ്. വെറുതെ കഷ്ടപ്പാടാണ്, ദുഃഖമാണ്, ദുരിതമാണ്, രോഗമാണ്, കടമാണ്, ബാധ്യതകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നീ പറഞ്ഞിട്ട് വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. എല്ലാറ്റിനും പരിഹാരിയായി യേശു ഉണ്ട്. അത് നീ ഓർക്കണം. നിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരിയായി യേശു ഉണ്ട്. ഞാനാണ് നിനക്ക് പരിഹാരിയായ ദൈവമെന്ന് യേശു പറയുന്നു. ഞാൻ നിനക്ക് പരിഹാരിയായ ദൈവമാണ്. നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന യേശുവാണ്. നിനക്ക് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്ന ഒരു ദൈവമാണ് ഞാൻ എന്ന് നിനക്ക് വാഗ്ദാനം ചെയ്യുന്ന ആ ദൈവത്തെ നീ ഓർക്കണം. ആ ദൈവം നല്ലവനാണ്. ആ യേശു നല്ലവനാണ്. ആ യേശുവിനെ നീ ഭയപ്പെടണം. ആ യേശുവിനോട് ഭയമുണ്ടാകണം. യേശുവിൻ്റെ തിരുവചനങ്ങൾ പാലിച്ച് അവൻ്റെ വചനപ്രകാരം നീ ജീവിക്കണം. ജീവിച്ചാൽ ദൈവം നിനക്കായി പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 91 അതിൻ്റെ 11-ാമത്തെ വാക്യം. സങ്കീർത്തനം 91 11-ാമത്തെ വാക്യം. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ തൻ്റെ മാലാഖമാർക്ക് കൽപ്പന നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ തൻ്റെ മാലാഖമാർക്ക് കൽപ്പന നൽകും. നീ യേശുവിനെ ഭയക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, നീ ദൈവത്തെ ഭയക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, നിന്നെ സഹായിക്കാൻ അവൻ മാലാഖമാരെ അയക്കും. നിനക്കായി ഒരു മാലാഖ. കേട്ടിട്ടുണ്ടോ നീ അത്? ഒരു കാവൽ മാലാഖ എല്ലാ പേർക്കും ഉണ്ട്. എല്ലാ പേർക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധരായി കാണപ്പെടുന്നവർക്ക് ഒരു മാലാഖ ഉണ്ട്. മാലാഖയെ ദൈവം കാവൽ മാലാഖയായി നിയമിച്ചിട്ടുണ്ട് എല്ലാ പേർക്കും. എല്ലാ പേർക്കും എന്ന് പറഞ്ഞാൽ വിശുദ്ധർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക്. അവർ നടന്നു ചെല്ലുമ്പോൾ, അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വഴിമധ്യേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും വഴി തെറ്റിപ്പോകുമ്പോൾ, അവരുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, തെറ്റായതിൽ എടുത്ത് ചാടുമ്പോൾ അവരെ നേരായ മാർഗത്തിൽ വഴി നടത്തിക്കുവാനും ഉപദേശിക്കുവാനും ഒരു കാവൽ മാലാഖയെ ദൈവം വെച്ചിട്ടുണ്ട്. ആർക്കാണ്? ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മാത്രം, എല്ലാവർക്കുമല്ല. സത്യം നീ മനസ്സിലാക്കണം. എനിക്കുമുണ്ട് കാവൽ മാലാഖ എന്ന് നീ പറഞ്ഞു പോകരുത്. നീ സത്യത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് പറയാം, എനിക്കുണ്ടൊരു കാവൽ മാലാഖ എന്ന് നിനക്ക് നെഞ്ചിലടിച്ച് പറയാൻ സാധിക്കും. അല്ലാതെ എനിക്കും ഉണ്ടാകും ചിലപ്പം, ഇരുന്നായിരിക്കട്ട്, പോയെങ്കിൽ പോട്ട് എന്ന് വിചാരിക്കുന്നതല്ല. എപ്പോഴാണോ നീ രക്ഷയിൽ നിന്നും തെറ്റി വീഴുന്നത്, അഭിഷേകത്തിൽ നിന്നും തെറ്റി വീഴുന്നത്, സ്വഭാവശുദ്ധിയിൽ നിന്നും വിട്ടുമാറുന്നത്, നിൻ്റെ പഴയ സ്വഭാവങ്ങളൊക്കെ പിന്നെ തിരിച്ച് വീണ്ടും വരുന്നത്, ആ സമയത്തൊക്കെ നീ വീണ് കഴിഞ്ഞു എന്നർത്ഥം. പിന്നെ ഗുണമില്ല. ചീഞ്ഞുപോയ തക്കാളി എടുത്ത് വെളിയെ എറിയുന്നത് പോലെ നീ എറിയപ്പെടും. ദൈവത്തെ ഭയക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ തങ്ങളുടെ കൈകളിൽ നിന്നെ താങ്ങിക്കൊള്ളും. നീ നടന്നു ചെല്ലുമ്പോൾ നിൻ്റെ പാദം, നിൻ്റെ കാല് വഴിയോരത്ത് കിടക്കുന്ന കല്ലിൽ തട്ടാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുന്ന മാലാഖമാർ നിന്നെ ആ കല്ല് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്നെ ഇങ്ങനെ മാറ്റി തിരിച്ചു വിടും.
അങ്ങനെ തിരിച്ചുവിടാനായി അവൻ തൻ്റെ മാലാഖമാർക്ക് കൽപ്പന നൽകും. തൻ്റെ മാലാഖമാർക്ക് കൽപ്പന നൽകും. എൻ്റെ മോനാണ് നടന്നു പോകുന്നത്, എൻ്റെ മകളാണ് നടന്നു പോകുന്നത്. ശ്രദ്ധിച്ചോ, ആർക്ക് കൽപ്പന? മാലാഖമാർക്ക്. അത്രത്തോളം ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് കഴിയുമോ? അതിൻ്റെ 1000-1 പങ്ക് സ്നേഹം ദൈവത്തിന് പങ്കുവയ്ക്കാൻ നിനക്ക് കഴിയുമോ? ഇല്ല. നിനക്ക് ദൈവമല്ല വേണ്ടത്, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പമാണ് വേണ്ടത്. ആ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കൾക്കായി ദൈവം പ്രവർത്തിക്കുന്നു. ദൈവമെല്ലാം ചെയ്തു തരുന്നു. ഒരു നല്ലവനായ ദൈവം, നിന്നെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു ദൈവം, നിനക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. നീ കർത്താവിനെ ഭയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീ കർത്താവിൻ്റെ തിരുവചനങ്ങൾ പാലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അഭീഷ്ടം നീ നിറവേറ്റുന്ന വ്യക്തിയായി കാണപ്പെട്ടാൽ നിനക്കായി സകലതും ചെയ്തു തരാൻ ദൈവം കാത്തിരിക്കുന്നു. നീ ആ ദൈവത്തോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. കർത്താവ് തന്നെ നിനക്കായി എല്ലാം പ്രവർത്തിച്ചുകൊള്ളും. അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു നല്ലൊരു ദൈവം. ആ നല്ലൊരു ദൈവത്തെ കാണാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. ആ ദൈവത്തെ സ്വീകരിച്ചതിന് ശേഷം വർഷങ്ങളോളം ആ ദൈവത്തെ അറിയാത്തവരായി കാണപ്പെടുന്നവരുടെ മധ്യേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, സത്യങ്ങൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. ഈ വചനങ്ങളിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കുക. അവരെങ്കിലും ഇനിയുള്ള നാളുകളിൽ ദൈവകൃപ പ്രാപിച്ച്, ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ച്, ദൈവത്തിൻ്റെതായ ഒരു ഒരു ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ കാണപ്പെടുവാൻ പ്രിയപ്പെട്ട ജനമേ നീ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ രക്ഷയില്ല. ദൈവത്തെ ഭയപ്പെടുന്നവരെ ദൈവം എല്ലാ വകയിലും കാത്തു സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. തിരുവെളിപാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ക്ഷമാപൂർവമായ സഹനം എന്ന എൻ്റെ വാക്ക് നീ പാലിച്ചതുകൊണ്ട് ഭൂവാസികളെ പരിശോധിക്കാൻ ലോകം മുഴുവൻ്റെയും മേൽ വന്നു ഭവിക്കുന്ന പരീക്ഷയുടെ വിനാഴികയിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും. ഒരു വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ്. അവസാന നാളുകളിൽ വരുന്ന ആപത്ത്. ആ ആപത്ത് നാളുകളിൽ പാപികൾക്കുണ്ടാകുന്ന ദുരിതം നിനക്കുണ്ടാകുകയില്ല. ക്ഷമാപൂർവം നീ ക്രിസ്തുവിൻ്റെ വാക്കുകൾ നീ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്ത കാരണത്താൽ നിനക്ക് വരാൻ പോകുന്ന വലിയ വൻ അപകടങ്ങൾ ഇതാ നടക്കുവാൻ പോകുന്നു. ആ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ മക്കളായ നിങ്ങളെ, എൻ്റെ വിശുദ്ധരായി കാണപ്പെടുന്ന നിങ്ങളെ, എന്നെ ഭയക്കുന്ന നിങ്ങളെ, എന്നോട് ഭയമുള്ള നിങ്ങളെ, എൻ്റെ വചനം പാലിക്കുന്ന നിങ്ങളെ ഞാൻ ഒരിക്കലും കൈവടിയുകയില്ല. ആപത്ത് വരുമ്പോൾ നിന്നെ ഞാൻ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, സത്യങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ദൈവം. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് നാം 34-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ വായിച്ചു. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും ഒരു കുറവ് സംഭവിക്കുകയില്ല. ഇവിടെ അവസാനം കർത്താവ് പറയുന്നു, അവസാന നാളുകളിൽ ഭൂവാസികളെ പരീക്ഷിക്കുവാൻ, ഈ ലോകത്തിലെ ജനതയെ പരീക്ഷിക്കുവാൻ
ഒരു വലിയ അപകടം വരാൻ പോകുന്നു. ആ അപകടത്തിൽ നിന്നും എൻ്റെ മക്കളായ നിങ്ങളെ, എന്നെ ഭയക്കുന്ന നിങ്ങളെ, എൻ്റെ വചനം പാലിക്കുന്ന നിങ്ങളെ മാത്രം ഞാൻ വന്ന് രക്ഷിക്കും. ആ നല്ല യേശുവിനെ നീ ശരിക്കും മനസ്സിലാക്കണം. ദൈവത്തെ ഭയക്കുക, ദൈവത്തെ ഭയക്കുക. വെറും കല്ലും മണ്ണും ശിലയുമല്ല നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവമാണ്. ജീവിക്കുന്ന ദൈവത്തെ നീ അനുസരിക്കണം. ആ ജീവിക്കുന്ന ദൈവം പറഞ്ഞ വാക്ക് നീ സ്വീകരിച്ച് അതുവഴി നീ നടക്കുകയാണെങ്കിൽ നിൻ്റെ കുടുംബം മേന്മയാകും, നീ മേന്മപ്പെടും, നിൻ്റെ തൊഴിൽ അഭിവൃദ്ധി നേടും. നിനക്കായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം നീ ചോദിക്കാതെ തന്നെ ദൈവം ചെയ്തു തരുമെന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് നാം ഈ ബൈബിളിലെ തിരുവചനങ്ങൾ നമ്മെ ഉണർത്തുന്നത്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നു വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നു വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദി
നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമീ നടത്തിയ വിധങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്ര കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്ര കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്കൾ തലോടലുമായി നാഥ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്കൾ തലോടലുമായി നാഥ ചാരയുണ്ട്. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമീ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയും എന്നന്തരംഗം. മനമീ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഹല്ലേലൂയ 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 ஹalleluya ஹalleluya. ஆண்டவர் பெரியவர், பெரிய காரியம் செய்பவர். ஹalleluya. ஒரு வாசனை வாசிப்போமே. அருளப்பர் நற்செய்தி 3ஆம் அதிகாரம் 16-17 வசனம். தம் மகனில், தம்முடைய மகனில், ஆண்டவர் இயேசுவில் விசுவாசம் கொள்ளும் எவனும் அழியாமல் முடிவில்லாத பரலோக ராஜ்யம் என்னும் வாழ்வை பெறும் பொருட்டு அந்த ஒரே பேரான மகனையே அழிக்கும் அளவுக்கு கடவுள் உலகத்தின் மேல் அன்பு கூர்ந்தார். ஹalleluya ஹalleluya ஹalleluya. உங்கள் இல்லங்களில் இருக்கிற பிள்ளைகள், நீங்கள் ஒரு வார்த்தை சொன்னால் மனம் கசப்பாகும். வைராக்கியமான மனத்தோடு காணப்படுவார்கள். ஒரு குழந்தையை இன்னொரு குழந்தை அடித்தால் திருப்பி அடிக்காமல் தூக்கம் வராது. வாலிபர்களிடையே ஒரு சண்டை ஏற்பட்டால் பழிக்கு பழி வாங்காமல் தூக்கம் வராது. இங்கே நாம் கேட்டது ஆண்டவர் இயேசுவை. உலக மக்கள் மீட்படைய வேண்டும். உலகத்தார் எல்லோரும், பூமியில் உள்ள எல்லா ஜனங்களும் ரட்சிக்கப்பட வேண்டும், மீட்படைய வேண்டும், கடவுளை அறிய வேண்டும், கடவுளின் மக்களாய் வாழ வேண்டும், மாற்றம் அடைய வேண்டும். தம் மகனில் விசுவாசம் கொள்ளும் எவனும் அழியாமல் முடிவில்லா வாழ்வு, சொர்க்கராஜ்யம், சொர்க்கராஜ்யத்தின், பரலோக ராஜ்யத்தின் வாழ்வு, முடிவில்லாத வாழ்வை, பரலோக ராஜ்யத்தின் வாழ்வை பெறும் பொருட்டு அந்த ஒரே பேரான மகனையே இந்த உலகத்திற்காய் அளிக்கும் அளவுக்கு கடவுள் உலகத்தின் மேல் அன்பு கொண்டார். உலகின் மேலே
எத்தனையோ இனத்தவர் இருப்பார்கள், எத்தனையோ இனத்தவர், ஜாதிகள், எத்தனையோ மதங்கள், எவ்வளவோ கொடுமையானவர்கள், தீவிரவாதிகள், விபச்சாரிகள், குடிவெறியர்கள், எத்தனையோ இனத்தவர் இருப்பார்கள், எத்தனையோ மக்கள் இருப்பார்கள். கடவுள் யாரையாவது பார்த்து தம்முடைய மகனை அனுப்பினாரா? இவன் பிச்சைக்காரன், இவன் இருக்க இடத்துக்கு அனுப்பக்கூடாது. மனநோயாளி எங்கே பார்த்தாலுமே, காடுகளில் வசிக்கும் வெறும் ரொம்ப மோசமான மக்கள் இந்த உலகில் பரலோகத்தில் இருக்கிற பிதாவின் ஒரே மகனை எப்படி அனுப்புவது என்று எண்ணினாரா? நாமெல்லாம் எங்கிருந்து வந்தோம்? மல்லன்மார், மல்லன்மார் என்று சொல்லுற இதயமில்லாத சூன்யர்கள் போன்ற வம்சத்தினர், இரக்கமில்லாதவர்கள். அந்த ஜனத்தின் மத்தியில் இருந்துதான் இடப்பாடில் வந்தீர்கள். புரியாத தெரியாத வம்சத்தவர். ஆண்டவர் யாரையாவது இது எந்த சபை, இது கத்தோலிக்க சபை உண்டா அந்த காலத்தில்? இல்லையே. இது என்ன ஜாதி என்று எண்ணினாரா? இல்லையே. மதங்கள் உண்டா? இல்லையே. ஏன் அனுப்பினார்? நாம் உண்டாக்கிய மனிதர்கள் அழிந்து போகாமல் எல்லோரும் மீட்படைய வேண்டும், பரலோகம் வந்து சேர வேண்டும். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. கடவுள் தம்முடைய மகனை உலகத்திற்கு அனுப்பியது அதற்கு தீர்ப்பளிக்கவல்ல, நரக தண்டனை கொடுப்பதற்காக மட்டும் அல்ல. கடவுள் உலகில் தம்முடைய ஒரே மகனை அனுப்பியது இந்த பூமியில் வாழும் மக்கள் எல்லோருக்கும் தீர்ப்பளிப்பதற்காக அல்ல, இயேசு வழியாக, ஆண்டவர் இயேசு கிறிஸ்து வழியாக உலகம் மீட்பு பெறவே கடவுளாம் இறைவன் தம்முடைய ஒரே பேரான மகனை பூ உலகில் அனுப்பி வைத்தார். ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, உங்களோடு இருக்கிற சாதா மக்களோ, உங்கள் குடும்பங்கள் இருப்பவர்களோ எத்தனை பேருக்கு தெரியும் நாம் கடவுளின் பிள்ளைகளாக மட்டும் வாழ வேண்டியவர்கள், நாம் கடவுளின் மக்களாக மட்டும் வாழ வேண்டியவர்கள். அவர் நமக்கு தந்தையும் கடவுளுமாக இருக்கிறார். நாம் அழிந்து போகாமல் நாம் விண்ணகம் போக வேண்டுமென விரும்புகிறவர் பெற்ற தாயோ தந்தையோ அல்ல, கட்டிய கணவனோ மனைவியோ அல்ல, பிள்ளைகளோ உறவினர்களோ அல்ல. கடவுள் கடவுள் விரும்புகிறார், நீ மேலே போகணும். ஹல்லேலூயா, ஹல்லேலூயா. கடவுள் விரும்புகிறார். இந்த உலகத்தார் அழிந்து போக வேண்டும் என்றல்ல, இந்த உலகத்தின் மக்களில் மீட்படைபவர்கள், ரட்சிக்கப்படுபவர்கள் சிக்ஷா விதியிலிருந்து, அதாவது நரக தண்டனையிலிருந்து மீட்டு ரட்சித்து மேலே கொண்டு போகும்படியாகவே, பரலோகம் கொண்டு போகும்படியாகவே ஆண்டவராகிய கடவுள் பிதாவாகிய தேவன் தம்முடைய ஒரே மகனை பூ உலகில் அனுப்பி வைத்தார். அவர் பாடுபட்டார், அவர் வேதனைப்பட்டார், அவர் கசந்து வேதனையோடு உறக்கே கூவி அழுதார். ஆனால் போது இந்த பாடுகள், இனி பாடுபட வேண்டாம் என்று பிதாவாகிய தேவன் கூறவே இல்லை. மகனை 5000ற்கு மேற்பட்ட பின்னிய கசைவார்னாலே கட்டி வைத்தடித்தார்கள். தகப்பனாகிய கடவுள் நொந்து போனவராக அதை கண்ணால் கண்டு கொண்டிருந்தார். அருமையானவர்களே, ஒரு பிரேயருக்கு வர கஷ்டம், இல்லத்தில் ஜெபிப்பதற்கு
மனம் வராது. பிள்ளைகளை கடவுள்பால் கொண்டு வர மனம் இருக்காது. குழந்தைகள் கடவுளின் குழந்தைகளாக ஒப்பு கொடுக்கப்பட வேண்டும். அவர்கள் கடவுளின் மக்களாகவே வளர வேண்டும். ஆண்டவருக்கு ஒரு ஜனம் தேவை. இஸ்ரேல் வம்சம் ஆண்டவரின் ஜனம். எத்தனையோ ஆயிரக்கணக்கான சபைகள் உண்டு. ஆண்டவருக்கென்ற ஒரு ஜனம் தேவை. ஆண்டவருக்கென்ற ஒரு ஜனம் தேவை. அதற்காகவே கடலால் மூடப்பட்ட இந்த பூமியை, கடல் தண்ணியை நீக்கி ஆண்டவர் தமக்கென கண்டார். ஹல்லேலூயா, ஹல்லேலூயா. இதுவும் ஒரு ஊராக மாறலாம், மாறி இருக்கலாம். ஆனால் தொட்டால் பின் விளைவுகள் உண்டாகும். ஆண்டவருக்குரியது ஆண்டவருக்கு, ஆண்டவருக்குரிய இடம் ஆண்டவருக்கு, ஆண்டவர் வசிக்கிற இடம் ஆண்டவருக்கு. ஆண்டவருக்குரியது அதான் இடப்பாடில் காணப்படுகிற மக்கள் எந்த பாவமும் செய்யவே கூடாது. பேர் எழுதப்பட்டவர்கள். உங்களில் எத்தனை பேருக்கு தெரியும் நாம் பரலோக ராஜ்யத்தில் ஜீவ புஸ்தகத்தில் பேர் எழுதப்பட்டவர்கள் என்று? பேர் எழுதப்பட்ட மக்கள். ஆண்டவருக்கு தெரியும் உங்கள் பெயர்கள், உங்கள் இடங்கள், நீங்கள் எங்கே இருப்பது என்பது, நீங்கள் பேசுவது, உங்கள் செயல்கள், நிற்பது, நடப்பது எல்லாமே கடவுளுக்கு தெரியும். இது விளையாட்டுக்குரியது அல்ல. ஆண்டவர் நம் மத்தியிலே வாசம் செய்கிறார். நாம் அவரை சார்ந்த மக்களாய் காணப்படுகிறோம். நமக்கு தகப்பன் உண்டு. கடவுள் இல்லத்தில் இருப்பவர் அல்ல, அவர் மரணம் வரைத்தான் தகப்பன். இவர் நீடிய ஆயுள் உள்ளவர். அவர் வாழும் காலம் வரையிலும் அவரால் விண்ணகம் செல்லும் மக்கள் கோடிக்கணக்கான ஆண்டுகள் அவரோடு வாசம் செய்வார்கள். ஹல்லேலூயா. இந்த சரீரத்தில் நாம் வாழ்வது ஒரு 100 வருடம் என்றால், நம்மை பெயர் எழுதப்பட்ட நம்மை நாம் பரலோகத்தின் மக்களாக வாழ்ந்தால், அவர் பரலோகம் நம்மை கொண்டு போய் சேர்த்தால், கோடிக்கணக்கான ஆண்டுகள் நாம் ஆண்டவரோடு வாழ்வோம். ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, ஆண்டவரின் பிள்ளைகள் என்பது அது யாராலும் மாற்ற முடியாத ஒன்று. உங்களை கடவுளின் மக்களாக மாற்றுவதற்கு விண்ணிலிருந்தே ஆண்டவர் தூய நீரை அளித்தார். உங்கள் சரீரத்தின் அழுக்குகளும் சிலை வழிபாடுகளும் உங்களை விட்டு நீங்கும்படியாக பரலோகத்தின் ஜீவநீரூட்டினாலே உங்களை கழுவி சுத்தமாக்கினார். சிலை வழிபாட்டிலிருந்தும் ஆண்டவர் மீட்டு ரட்சித்தார். மீண்டும் ஆண்டவர் கல்லான இருதயங்களை எடுத்துவிட்டு மென்மையான இருதயத்தை கொடுத்தார். எசேக்கியேல் 36, 24, 25 கூறப்படுகிறது. கல்லான இருதயம், மனிதர்களுக்குள் இருப்பது கல்லான இருதயம், இரக்கமில்லாத இருதயம், ஏழ்மையான மக்களை வஞ்சனையாய் சூறாடுகிற இருதயம். ஆண்டவரின் பிள்ளைகளாக வேண்டுமென்றால் நமக்குள் இருக்கிற இருதயத்தை எடுத்துவிட்டு மென்மையான, ஆண்டவரை அறியும்படியான உண்மையுள்ள இதயத்தை கடவுள் தந்தார். அவர் மீண்டும் என்ன செய்தார்? அவருக்குள் இருக்கும் ஜீவ ஆவியை அனுப்பினார். அவருடைய பிள்ளைகளாக நம்மை அவர் மாற்றினார். ஒவ்வொன்றாக இந்த படிப்பினைகள் வேறு எங்கும் உங்களுக்கு கிடைக்காது, யாராலும் தரப்பட முடியாது. ஏன் ஆண்டவர் இவ்வளவுக்கு அதிகமாய் நமக்கு கொடுத்திருக்கிறார் என்றால், நாம் அவருடைய பிள்ளைகள், நாம் அவருடைய மக்களாக இருக்கிறோம், அவருக்கு சொந்த ஜனமாக இருக்கிறோம். நாம் உரிமை சொத்து. அவரிடம் தாரும் என்று கேட்க தேவையில்லை. அவர் எல்லாமே தருபவர்.
என்ன தேவை அவருக்கு தெரியும். நம்முடைய இல்லங்களுக்கு என்ன தேவை அது ஆண்டவருக்கு தெரியும். நாம் இருப்பது ஆண்டவருக்கு தெரியும். நாம் செயல்படுவது ஆண்டவருக்கு தெரியும். நன்மையானதை மட்டும்தான் ஆண்டவர் நமக்காய் செய்வார். தீமையானதும் அவர் செய்வதில்லை. வெளிநாடு போகணும் 2 மாதம் ஆச்சு, இன்னும் வரலையே, இன்னும் விசா வரலையே. கடவுளுக்கு விருப்பம் உண்டென்றால் மட்டும்தான் போக முடியும். கடவுள் விரும்ப வேண்டும். ஏன்? நீ கடவுளின் மகன், நீங்கள் கடவுளின் பிள்ளைகள். தேவைகள் மட்டுமல்ல, கடவுள் நம்மில் வாசம் செய்கிறார். அவருடைய மார்போடு சாரி நிற்கும்படியான மேலான உறவுகளை தருகிறார் ஆண்டவர். நாம் ஆண்டவரின் மக்கள். உங்களுக்கு தெரியுமா? சத்தமாக சொல்லுங்க, நீங்கள் யாருடைய பிள்ளைகள்? ஆண்டவரின் மக்கள். நாம் ஆண்டவருடைய பிள்ளைகள். அவர் நமக்கு தகப்பனா இருக்கிறார், நாம் அவருக்கு பிள்ளையா இருக்கிறோம். Praise the Lord. Hallelujah. 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 அவர் உங்களை ஆசீர்வதிப்பது என்பது நீங்கள் விரும்புவது போல அல்ல, அதற்கு மேலாக உயர்த்தி ஆசீர்வதிப்பார். நீங்கள் நினையாத நேரத்தில் அவர் ஏராளம் நன்மைகள் செய்வார். உங்களுக்கு என்ன தேவையோ அதை ஆண்டவர் தருவார். அவரிடம் பிச்சை கேட்க தேவையில்லை. நம்ம அப்பா நமக்கு தேவையான எல்லாவற்றையும் செய்ய நல்லவராக இருக்கிறார். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவருக்கு நன்றி சொல்லுங்கள். ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுங்கள். தேவைகள் நடக்கவில்லை என்று முறுமுறுக்காதீர்கள். ஆண்டவருக்கு நன்றி சொல்லுங்கள். உங்களுக்கு எல்லாமே எத்தனையோ நன்மைகள் செய்தார் ஆண்டவர். ஒரு சிலரை தவிர அவர்களுக்கு ஏன் நடக்கவில்லை என்றால் அது நன்மை பயக்காமல் இருக்கலாம். ஆண்டவருக்கு நன்றி சொல்லுங்கள். ஆண்டவருக்கு நன்றி சொல்லுங்கள். நம் தகப்பனாகிய கடவுளுக்கு நன்றி சொல்ல மறவாதீர்கள். எல்லோரும் முழங்கால் படியிடுவோம். Glory to Lord. Glory to Father. Hallelujah. 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 Praise the Lord. Glory to Lord. Glory to Lord. Praise the Lord. Amen. Amen. Hallelujah. நன்றியோடுமை துதிக்கிறோம் ஆண்டவரே, நன்றியோடுமை ஸ்தோத்தரிக்கிறோம் ஆண்டவரே. எத்தனையோ நன்மைகள் செய்தீர். ஒரு நாளும் நீர் எங்களை கைவிட மாட்டீர். உமக்கு நன்றி. நன்றி ஆண்டவரே. யாக்கோவின் தேவனுக்கு நன்றி. இஸ்ரவேலின் ஆண்டவருக்கு நன்றி. பாவமுக்கு நன்றி. பாவமுக்கு நன்றி. ஏழ்மையாக இருக்கவுடைய பிள்ளைகளை செல்வந்தராக மாற்றினீர். உமக்கு நன்றி. பாவமுக்கு நன்றி ஆண்டவரே. பாவமுக்கு நன்றி. நன்றி நன்றி நன்றி. பாவமுக்கு நன்றி. பாவமுக்கு நன்றி ஆண்டவரே. நன்றி ஆண்டவரே. பிரைஸ் தி லார்ட். நன்றி தகப்பனே. பிரைஸ் தி லார்ட். நன்றியோடுமை துதிக்கிறோம் ஆண்டவரே. உமது ஆவியை ஊட்டும் அப்பா. உமது ஆவியை ஊட்டும் ஆண்டவரே. 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 பிரைஸ் தி லார்ட். Glory to Lord. Glory to Lord. Praise the Lord. உமது ஆவியை மக்களுக்கு ஊற்றும்படியாக ஜபிக்கிறேன். அவர்கள் நிரம்பும்படியாக ஜபிக்கிறேன். நிரம்பும்படியாக ஜபிக்கிறேன். நிரப்பும்படியாக ஜபிக்கிறேன். நிரப்பும்படியாக ஜபிக்கிறேன். நிரப்பும் 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 நிரப்பும். அநாதிகால திட்டத்தின்படி நிரப்பும். அநாதிகால திட்டத்தின்படி நிரப்பும் ஆண்டவரே. நிரப்பும் ஆண்டவரே. நிரப்பும் ஆண்டவரே. Praise the Lord. Glory to Lord. Glory to Lord. Praise the Lord. நன்றியோடுமை துதிக்கிறோம் பிதாவே. நன்றியோடுமை ஸ்தோத்தரிக்கிறோம் பிதாவே. நன்றியோடுமை துதிக்கிறோம் அப்பனே. உமக்கு நன்றி அப்பா. நன்றி அப்பா. உமக்கு நன்றி. உமக்கு நன்றி. உமக்கு நன்றி. உமக்கு நன்றி ஆண்டவரே. நன்றி ஆண்டவரே.
நன்றி ஆண்டவரே, நன்றியோடு துதிக்கிறோம், நன்றியோடு ஸ்தோத்தரிக்கிறோம், நன்றி செலுத்துகிறோம்ப்பா. நன்றி கர்த்தாவே, உமக்கு நன்றி, உமக்கு நன்றி. மழை போல மழை போல பெய்து இறங்கி வா, மழை போல மழை போல காற்று பெய்து இறங்கி வா, காற்றே வா, காற்றே வா, கர்த்தாவின் காற்றே வா, ஆண்டவருடைய சக்தியே புறப்பட்டு வா. 4 திசையிலிருந்த இடப்பாடுக்கு வா, 4 திசையிலிருந்த இடப்பாடுக்கு வா. காற்றே நிரப்பும்படி வா, இந்த மக்களை நிரப்பவா. இவர்கள் உடலில் உள்ள எல்லா வியாதிகளையும் அகற்றும்படி வா, இந்த உடலில் உள்ள எல்லா வேதனைகளையும் மாற்றும்படி வா. ஆமே, சுகப்படுத்தவா. காற்றே காற்றே, ஆண்டவர் ஆவியனும் காற்றே, பிரைஸ் தி லார்ட். சுகப்படுத்தும் வல்லமை செயலாற்றுவதாக, சுகப்படுத்தும் வல்லமை செயலாற்றுவதாக, அற்புத வல்லமை செயலாற்றுவதாக. உடலின் வேதனை அகன்று போவதாக, உடலின் வேதனை மாறி போவதாக. நன்றியோடு துதிக்கிறோம் ஆண்டவரே. அற்புத விடுதலை, அற்புத விடுதலை, அற்புத விடுதலை, ஆண்டவர் தருகிற விடுதலை. நன்றியோடு துதிக்கிறோம், நன்றியோடு ஸ்தோத்தரிக்கிறோம், நன்றி செலுத்துகிறோம் ஆண்டவரே. நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி ஆண்டவரே. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். எங்கள் ஜெபம் கேளும் நல்ல பிதாவே. என் ஆத்மாவை கர்த்தரை ஸ்தோத்திரே, என் முழுள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரே. என் ஆத்மாவை கர்த்தரை ஸ்தோத்திரே, அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென், ஆமென். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. நன்றி பிதாவே, உமக்கு நன்றி, நன்றி, நன்றி.